പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, ഈ പറയുന്ന സ്ക്രീനുകളിലേക്ക് നോക്കൂ. ഇന്നത്തെ ബംഗാളിലെ കണക്ക് ഈ പറയുന്ന ഡേറ്റ മാത്രമേ കിട്ടാതെ ഉള്ളൂ. ബാക്കി കേരളത്തിലെ 9-ാം തീയതി കഴിഞ്ഞതാണ് അതിന്റെ ഡേറ്റ വന്നിട്ടുണ്ട്. അതിന്റെ ശാസ്ത്രീയ വിശകലനങ്ങൾ, അതിന്റെ പലയാവർത്തിയുള്ള ക്രോസുകൾ പൂർത്തിയാക്കി ഇതിനോടകം തന്നെ ഏജൻസികൾ ചാനലുകൾക്ക് ഡേറ്റ കൈമാറിയിരിക്കുന്നു. ഇപ്പോൾ സട്ടാ ബസാറിലെ ആദ്യത്തെ അവരുടെ പ്രവചനങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ബെറ്റിംഗ് മാർക്കറ്റിലെ ആദ്യ പ്രവചനങ്ങൾ ബംഗാളിലെ അതായത് ക്ലോസ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് TMC അവിടെ 140 മുതൽ 143 സീറ്റ് വരെ എന്ന് പറയുകയാണ്. അവിടെ BJP 146 മുതൽ 149 സീറ്റ് എന്ന് പറഞ്ഞാൽ കട്ടക്കാട്ടെ ഇഞ്ചോടിഞ്ച്. അത് ആദ്യം വരുന്നത് എപ്പോഴും ആദ്യം വരുന്നത് ഫലോഡി സട്ടാ ബസാറിന്റെ ഈ പറയുന്ന എന്താണ് വാതുവെപ്പ് അല്ലെ, പന്തയത്തിന്റെ അതാണ് ആദ്യം വന്നു തുടങ്ങുന്നത്. പക്ഷേ 6:30 മാത്രമേ പ്രധാനപ്പെട്ട ഏജൻസികളുടെ സർവേകൾ വന്നു തുടങ്ങുള്ളൂ. ടൈംസ് നൗവിൽ ദാസം 126 എത്ര എന്നുള്ള താഴെക്കോളം, കേരളത്തിൽ 140 എത്ര, തമിഴ്നാട്ടിൽ 234 എത്ര, പുതുച്ചേരിയിൽ 30 എത്ര, വെസ്റ്റ് ബംഗാൾ 294 എത്ര എന്നുള്ള ടൈംസ് നൗവിന്റെ അവർ JVC ആണ് സർവേ. അതുപോലെ NDTVയുടെ സർവേ വരാൻ പോകുന്നു. ബാക്കി എല്ലാ സർവേ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഫിഗേഴ്സ്, ഡേറ്റ, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ സെറ്റാണ്. അതിന്റെ ഗ്രാഫിക്സുകൾ സെറ്റാണ്. 6:30 ഷാർപ്പ് 6:30 ആദ്യ കണക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ആദ്യം വരാൻ പോകുന്നത് കേരളത്തിലാണ് തന്നെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഔദ്യോഗികമായി, കാരണം ഈ പോളിംഗ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ ശേഷമേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാവൂ എന്നവർ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഹാഷ്മി ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം എടുക്കാം. കേരളത്തില് UDF-ലാണെങ്കിൽ തർക്കം നടക്കുന്നത് മുഖ്യമന്ത്രി ആരാകും എന്നതിലാണ്. കാരണം അവർ ഏതാണ്ട് തിരിച്ചു വരവ് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അതേസമയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദിനപത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി 5-ാം തീയതി അവിടെ പന്തലിട്ടോളാൻ പറഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക്. അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത്. അദ്ദേഹം ഒരു മന്ത്രിയോട് സ്വകാര്യമായി പറഞ്ഞത് നമ്മൾ അധികാരത്തിൽ വരും, ബാക്കി ഫയലുകൾക്ക് അതിനുശേഷം ഒപ്പിടാമെന്നാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ഇതിൽ തന്നെയാണ് ഇപ്പോഴും കേരളം ഉള്ളത്. പക്ഷേ പലതരത്തിലുള്ള മനക്കണക്കൊക്കെ കൂട്ടിയ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. UDF-നെ സംബന്ധിച്ച് അത് വേറൊരു തരത്തിലേക്കുള്ള തർക്കമൊക്കെ ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് എത്ര സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ആര് വരികയാണെങ്കിലും അത് എത്ര സീറ്റിന്റെ ലീഡിലാണ് അവർ അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് എന്നത് വലിയ ആകാംക്ഷയും കൗതുകവും. എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു പൊതു സാഹചര്യം അവരൊക്കെ പറയുന്ന ഒരു കണക്ക് വെച്ച് ആര് വന്നാലും അത് വലിയൊരു മാർജിൻ ഉണ്ടാകാത്തൊരു വരവായിരിക്കും പൊതുവിൽ കാണുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഒക്കെ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.